കൊച്ചി കളമശ്ശേരി ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് ഹോസ്റ്റലിൽ കഞ്ചാവ് എത്തിച്ച സംഭവത്തിൽ 2 പൂർവ്വ വിദ്യാർത്ഥികൾ കസ്റ്റഡിയിൽ. എറണാകുളം സ്വദേശി ആഷിഖ് ഉൾപ്പെടെ 2 പേരാണ് പിടിയിലായത്. ഹോസ്റ്റലിൽ കഞ്ചാവ് വിൽപ്പന നടത്തിയത് ഓഫറിൽ എന്നാണ് വിദ്യാർത്ഥികളുടെ മൊഴി. മുൻകൂറായി പണം നൽകുന്നവർക്കാണ് ഓഫർ ആനുകൂല്യം ലഭിക്കുക. ലഹരി കേസിൽ ആരോപണ വിധേയരായ KSU പ്രവർത്തകരെ മൊഴിയെടുത്ത് വിട്ടയച്ചു. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. വിഷ്ണു, ഇപ്പോൾ 2 പൂർവ്വ വിദ്യാർത്ഥികൾ ഈ കഞ്ചാവ് വേട്ടയുമായി ബന്ധപ്പെട്ട് പിടിയിലായിട്ടുണ്ട്. ഇവരാണ് ക്യാമ്പസിലേക്ക് ലഹരി വസ്തുക്കൾ വിതരണം ചെയ്തത് എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇവരുടെ പങ്കാളിത്തം എങ്ങനെയാണ്? ഈ ലഹരി വല ഇവരിൽ അവസാനിക്കുന്നതല്ല, കൂടുതൽ പേരിലേക്കുള്ള അന്വേഷണം പോലീസ് നീട്ടുന്നത് എങ്ങനെ, വിഷ്ണു? രണ്ടുപേരെ ഈ കേസുമായി ബന്ധപ്പെട്ട നിലവിൽ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അതിൽ ഒരാളുടെ പേര് ആഷിഖ് എന്നാണ്. ആലുവ സ്വദേശിയാണ്, പൂർവ്വ വിദ്യാർത്ഥിയാണ് ഈ പോളിടെക്നിക് കോളേജിലെ. ആകാശ്, ഇന്നലെ 1.5 കിലോ കഞ്ചാവ് പിടികൂടിയ ആകാശിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ രണ്ടുപേരെയും കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ആഷിഖാണ് കഞ്ചാവ് കൈമാറിയതെന്ന് ആകാശ് പറഞ്ഞിട്ടുണ്ട്. ഈ മറ്റേ പൂർവ്വ വിദ്യാർത്ഥിയുടെ പങ്ക് എന്ത് എന്നുള്ളത് വിശദമായി പരിശോധിച്ചു വരികയാണ്. ഇന്ന് വെളുപ്പിനോടുകൂടിയാണ് അന്വേഷണ സംഘം ഈ ആഷിഖിനെയും മറ്റൊരു പൂർവ്വ വിദ്യാർത്ഥിയെ കൂടി കസ്റ്റഡിയിൽ എടുത്തത്. അതായത് ഈ കോളേജിനകത്തേക്ക്, പോളിടെക്നിക് ഹോസ്റ്റലിനകത്തേക്ക് നിരന്തരം എത്തുന്ന ഒരാളായിരുന്നു ഈ പൂർവ്വ വിദ്യാർത്ഥിയായ ആഷിഖ്. അവിടുത്തെ ലഹരി ഇടപാടുകളൊക്കെ നിയന്ത്രിച്ചിരുന്നത് ആഷിഖ് എന്നുള്ളതാണ് പ്രാഥമികമായ വിലയിരുത്തൽ. ആകാശിന്റെ ഫോണിൽ നിന്ന് അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളൊക്കെ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഏറ്റവും പെട്ടെന്ന് ആഷിഖിനെ കസ്റ്റഡിയിൽ എടുക്കാനുള്ള നടപടിയിലേക്ക് കടക്കുകയും പിടികൂടുകയും ചെയ്തത്. 2 കിലോ കഞ്ചാവോളമാണ് ഇയാൾക്ക് ഈ ആകാശിന് കൈമാറിയത്. പണം വാങ്ങിയാണ് കൈമാറിയത്. പ്രാദേശിക കഞ്ചാവ് ലഹരി മാഫിയയുമായി ആഷിഖിന് ബന്ധമുണ്ട് എന്നും അന്വേഷണ സംഘം പറയുന്നു. ഈ കാണുന്ന കളമശ്ശേരി പോലീസ് സ്റ്റേഷനകത്ത് ആഷിഖും അതോടൊപ്പം തന്നെ നേരത്തെ പിടിയിലായ ആ യുവാവും ഉണ്ട്. ഇവർ രണ്ടുപേരുടെയും ഇൻവോൾവ്മെന്റ് എന്ത് എന്നുള്ളതാണ് പരിശോധിച്ച് വരുന്നത്. ഈ കേസിൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമെന്ന് ഇന്നലെ തന്നെ ACP അടക്കമുള്ള ആളുകൾ വ്യക്തമാക്കിയിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആരാണ് ഈ കഞ്ചാവ് ഹോസ്റ്റലിലേക്ക് എത്തിച്ചതെന്ന ചോദ്യമായിരുന്നു. ആ ചോദ്യത്തിന് ഏറെക്കുറെ ഉത്തരമായിട്ടുണ്ട്. ആഷിഖ് എന്നാണ് അതിൽ ഉത്തരം. ഇനി അതിൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമോ, ആഷിഖിന് ആരിത് കൈമാറി, എവിടെ നിന്ന് ലഭിച്ചു എന്നുള്ളതിലൊക്കെ വിശദമായ ഒരു അന്വേഷണം നടക്കും. ഈ കഞ്ചാവ് ഓഫറിലടക്കം വിൽപ്പന നടത്തുന്ന ഒരു സംവിധാനം പോളിടെക്നിക് കോളേജിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അടുത്ത വിദ്യാർത്ഥികളിൽ നിന്ന് ലഭിക്കുന്ന മൊഴി. അതായത് നേരത്തെ കഞ്ചാവ് ബൾക്ക് എമൗണ്ടായി കഞ്ചാവ് വാങ്ങുന്നതിന് മുൻപ് തന്നെ അഡ്വാൻസായി പണം കൊടുത്താൽ ഇളവ് ലഭിക്കും. അതിനുശേഷം ആണ് പണം കൊടുക്കുന്നതെങ്കിൽ വലിയ എമൗണ്ട് നൽകേണ്ടി വരും. അങ്ങനെ കൃത്യമായ ആസൂത്രണത്തോടൊരു വിപണനവും അതോടൊപ്പം തന്നെ ഇറക്കുമതിയും ഒക്കെ നടന്നിരുന്ന ഒരു സ്ഥലമാണ് പോളിടെക്നിക് കോളേജ്. അവിടുത്തെ പ്രിൻസിപ്പാളിന്റെ പരാതിയിലാണ് 14-ാം തീയതി അന്വേഷണ സംഘം അവിടെ എത്തി പരിശോധന നടത്തിയത്. ഹോളി ആഘോഷവുമായി ബന്ധപ്പെട്ട് ഈ കോളേജിലേക്ക് മദ്യവും മയക്കുമരുന്നും ഒക്കെ എത്താൻ സാധ്യതയുണ്ട് എന്ന് വിദ്യാർത്ഥികൾക്കിടയിൽ നിന്ന് ചില വിവരങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശോധന നടത്തണം എന്നതായിരുന്നു പ്രിൻസിപ്പൽ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. 2 പൂർവ്വ വിദ്യാർത്ഥികളെ കൂടി അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കൂടുതൽ പേരിലേക്ക് അന്വേഷണം നീളുന്നുണ്ട്. എങ്ങനെയാണ് ഈ ലഹരി സുലഭമായി ഈ കോളേജ് ഹോസ്റ്റലിലേക്ക്, ക്യാമ്പസിലേക്ക് എത്തുന്നത് എന്നത് സംബന്ധിച്ചുള്ള അന്വേഷണത്തിലാണ് പോലീസ് ഉള്ളത്. ഈ നേരത്തെ പിടിയിലായവരുടെ മൊബൈൽ ഫോൺ വിവരങ്ങൾ, ബാങ്ക് വിവരങ്ങൾ ഇതൊക്കെ ശേഖരിച്ചുകൊണ്ട് കൂടുതൽ പേരിലേക്ക് എത്താനുള്ള ശ്രമമാണ് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. വിഷ്ണു സുരേഷ് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.